ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ ഉറാങ്ങൂട്ടനുകളെ കാണാനായിട്ടുള്ള ഒരു 3-ഡേ ട്രെക്കിംഗ് ചെയ്യുകയാണ് ഞങ്ങൾ. ഈ ട്രെക്കിങ്ങിനിടയ്ക്ക് ഉറാങ്ങൂട്ടാനെ കൂടാതെ ഞങ്ങൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ജീവികളെ കാണിച്ചു തരാം. ഇതാണ് സുമാത്രയിലെ ജയൻറ്റ് ഫോറസ്റ്റ് ആൻഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉറുമ്പുകളിൽ ഒരാളാണ് ഇവർ. ഇവരുടെ കടി കിട്ടിയ നല്ല വേദനയാണെങ്കിലും പൊതുവെ ഷൈ ആൻഡ് നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഇവർ അങ്ങനെ ആരെയും കടിക്കാറില്ല. ഉറാങ്ങൂട്ടാൻ അല്ലാതെ ഈ കാട്ടിലുള്ള വേറൊരു കുരങ്ങന്മാരാണ് ഈ കാണുന്ന തോമസ് ലങ്കൂർ. മെയിനായിട്ട് ഇലകളാണ് ഇവരുടെ ഫുഡ്. അതുകൊണ്ട് തോമസ് ലീഫ് മങ്കി എന്ന് ഇവരെ വിളിക്കാറുണ്ട്. വനനശീകരണം കാരണം ഇവർക്ക് ജീവിക്കാൻ പറ്റിയ കാടുകൾ കുറഞ്ഞു വരികയാണ്. നോർത്ത് സുമാത്രയിലെ ഈ ഒരു ഫോറസ്റ്റ് മാത്രമേ നമുക്കിപ്പോൾ ഇവരെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ബോൾ ഷേപ്പിൽ കാണുന്ന ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂവായിട്ടുള്ള റഫ്ലേഷ്യയുടെ മൊട്ടാണിത്. റഫ്ലേഷ്യയ്ക്ക് ഇലകളോ കായകളോ ഒന്നുമില്ല, പൂവ് മാത്രമേ ഉള്ളൂ. വിരിഞ്ഞു നിൽക്കുന്ന റഫ്ലേഷ്യ കാണാനായിട്ട് നല്ല ലക്ക് വേണം. കാരണം 8-9 മാസം എടുത്ത് വിരിയുന്ന ഈ മൊട്ട് വെറും 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകും. മണ്ണിൽ ഈ കാണുന്ന ചെറിയ ഗുഹ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 8-കാലിയാണ്. ടറൻറ്റിലെ വിഭാഗത്തിൽപ്പെടുന്ന 8-കാലികളാണ് ഇങ്ങനെ ഗുഹകൾ ഉണ്ടാക്കിയിട്ട് ഇര പിടിക്കുന്നത്. ബറോസ് എന്നാണ് ഈ ഗുഹകളെ പറയുന്നത്. മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഇലയും അതേപോലെ സ്വന്തം വലയും ഒക്കെ ചേർത്തിട്ടാണ് ഈ ടറൻറ്റുലകൾ ഇതേപോലെ ബറോസ് ഉണ്ടാക്കുന്നത്.